ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? കുറേ ആയില്ല നമ്മൾ കണ്ടിട്ട്. ഇന്നിപ്പോൾ ഞണ്ട് കറീൻ്റെ വിശേഷമായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞണ്ട് കറി എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാട്ടോ. അപ്പം ഞണ്ട് നന്നാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്ലോ മോഷനിൽ കണ്ടാൽ മതിയെ. ടൈം പരിമിതി കാരണമാണ് നമ്മൾ ഇത്ര സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ. ഞണ്ട് ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നന്നാക്കുക എന്നുള്ളത് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് വെളിച്ചെണ്ണ. ഞാൻ വെളിച്ചെണ്ണയിലാട്ടം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് ഉലുവ ഇടാം. ഉലുവ ഇട്ടിട്ട് അതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില അതുപോലെ 2 പച്ചമുളക് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് നിങ്ങൾക്ക് ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ ഇടാം കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സവോള ഇടുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഇടുന്ന കേട്ടോ നല്ലത്. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കുക. ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വേവിച്ചാൽ മതി കേട്ടോ. വല്ലാണ്ട് വാടണ്ട, കാരണം നമുക്ക് ആ ചൂടിൽ തന്നെ മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. മസാല ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാല, പിന്നെ കുരുമുളകാട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സംഭവം. ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഞണ്ട് കറിക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുരുമുളക് അത് നമുക്ക് ചതച്ചിട്ട് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ പൊടി അങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം. ഞാൻ കുരുമുളക് പൊടിയാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. നല്ല വെന്ത് വരുമ്പോൾ നമ്മൾ തക്കാളി ഞാൻ അരച്ചതാട്ടോ. തക്കാളി അരച്ചാണ് ചേർക്കുന്നത്. എന്താ വെച്ചാൽ കറി കുറച്ച് കട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് തക്കാളി അരിഞ്ഞിട്ട് അങ്ങനെ വേണേലും ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഞണ്ട് ഇട്ട് കൊടുക്കുക. ഞണ്ട് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ ഞണ്ട് അത്യാവശ്യം വേവിക്കണം. ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾ വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് തക്കാളി വെറുതെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു സ്മെല്ലിനാട്ടോ. അപ്പം ഞങ്ങൾ ചോറിൻ്റെ കൂടെ കേട്ടോ കഴിച്ചത്. നല്ല അടിപൊളിയായിരുന്നു. കൂടെ സാലഡും ഉണ്ടായിരുന്നു കേട്ടോ.